എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആറാമത്തെ സഭയായ ഫിലോഡൽഫിയയിലെ സഭയിലൂടെ നമ്മളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനായി വെളിപ്പാട് 3:7 വായിക്കാം. ഫിലോഡൽഫിയയിലെ സഭയുടെ ദൂതനെഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നത്. ദാവീദിൻ്റെ താക്കോലിനെ കുറിച്ച് കാണാൻ നമുക്ക് മറ്റൊരു വേദഭാഗം വായിക്കാം. യെശയ്യാവ് 22:22. ഞാൻ ദാവീദിന്റെ ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ദാവീദ് ഒരു ആട്ടിടനായി വരികയും ദാവീദ് ഗൃഹത്തിനെ ഭരിക്കുന്ന രാജാവായി മാറുകയും ചെയ്ത വ്യക്തിയാണ്. യേശുവായും ദൈവത്തിന്റെ ജനമായ ആടിനെ മേയ്ക്കുകയും അവരെ നേർവഴി നയിക്കുകയും ചെയ്യാൻ ഭൂമിയിലേക്ക് വരികയും നമുക്കായി മരിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ സ്വർഗത്തിന്റെ താക്കോലും ഇപ്പോൾ ദൈവത്തിന്റെ പക്കലാണ് ഉള്ളത്. സ്വർഗത്തിന്റെ വാതിൽ ആർക്കായി തുറക്കണമെന്നും ഇന്ന് യേശുവായിക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നു. വെളിപ്പാട് 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. വെളിപ്പാട് 3:7 കണ്ട വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് ഫിലഡൽഫിയയിലെ ശേഷം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവത്തിനായി ഇവർ പ്രവർത്തിച്ച പ്രവൃത്തികളെല്ലാം ദൈവം കണ്ടിട്ട് അവർക്കായി ദൈവം സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വെളിപ്പാട് 3:9. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്നു നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. ദൈവത്തോടല്ലാതെ മറ്റാരോട് പ്രാർത്ഥിച്ചാലും അന്യദൈവങ്ങളും വിഗ്രഹങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ യഥാർത്ഥ നാമത്തിലല്ലാതെ നിങ്ങൾ മറ്റു പല നാമമിട്ടും പ്രാർത്ഥിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് അന്യദൈവങ്ങളെയാണ്. അപ്പോൾ അത് സാത്താന്റെ പ്രവൃത്തികളാണ് എന്ന് നാം കഴിഞ്ഞ വീഡിയോയിലെല്ലാം കണ്ടതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇവിൾ എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാത്താൻ പള്ളിക്കാർ ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പണ്ടായിരുന്ന സഭയിലെ അംഗങ്ങൾ നിങ്ങളോട് നിങ്ങൾ വഴിതെറ്റിപ്പോയി, ദൈവത്തെ തള്ളിപ്പറഞ്ഞുപോയി എന്നെല്ലാം പറഞ്ഞ് നിങ്ങളെ പഴിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തി നിങ്ങൾ ചെയ്തതായിരുന്നു ശരിയെന്ന് തിരിച്ചറിയുവാനും പറയുവാനും ഇടവരുത്തും. ഇവർ യഹൂദർ അഥവാ ദൈവമക്കൾ എന്ന് കളവായി പറയുകയും യഥാർത്ഥത്തിൽ സാത്താനെ ആരാധിക്കുന്ന സാത്താൻ പള്ളിക്കാരുമാണ്. വെളിപ്പാട് 3:10. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാക്കാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവത്തിന്റെ സഭക്ക് പരീക്ഷണ കാലഘട്ടത്തിൽ പരീക്ഷകളില്ല, അതിനു മുമ്പേ എടുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന സാത്താൻ പള്ളിക്കാരെ ഈ വചനം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവേൻ. ലോകാവസാനത്തിൽ ഭൂതലത്തിന് മുഴുവനും വച്ചിരിക്കുന്ന പരീക്ഷാ കാലഘട്ടത്തിലൂടെ ദൈവത്തിന്റെ മക്കൾ കടന്നുപോകും. എങ്കിലും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സഹിഷ്ണുത നീ കാണിക്കുകയും ദൈവവചനത്തിന് വേണ്ടി നീ നിൽക്കുകയും ചെയ്തതുകൊണ്ട് ഈ ഭൂതലത്ത് വരാനിരിക്കുന്ന കഷ്ടതയും പരീക്ഷയും നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ കാക്കും. സ്മുർന്നയിലെ സഭയിൽ ഉൾപ്പെട്ടവരോട് ദൈവം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 10 ദിവസത്തെ കഷ്ടതയും പിന്നീട് ദൈവത്തിനു വേണ്ടി മരിക്കേണ്ടി വരുന്നതും നാം അവിടെ കണ്ടു. അവസാന കാലഘട്ടത്തിൽ അവർ നേരിടാനും സഹിപ്പാനും ഉള്ളത് അതാണ്. എന്നാൽ ഫിലഡൽഫിയയിലെ സഭയിലെ അംഗങ്ങളോട് ദൈവം പറയുന്നത് അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ കടന്നു പോകാനിരിക്കുന്ന പരീക്ഷാ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ കാക്കും എന്നാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയ ഒരു പരീക്ഷ നിങ്ങൾ ഓർക്കുന്നില്ലേ? അതായത് വാക്സിൻ, കൊറോണ. ഇതായിരുന്നു ആ പരീക്ഷ. അമിത ഭക്ഷണത്തിനോടുള്ള ആർത്തിയും ഉപജീവന ചിന്തകളാലും പലരും അതിൽ വീണുപോയി. എന്നാൽ ഇന്ന് കൊറോണയോ വാക്സിനോ അതെടുത്തില്ലെങ്കിൽ ദൂഷ്യമോ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. ഇന്നെങ്കിലും നിങ്ങളിത് തിരിച്ചറിയുന്നില്ലേ? വാക്സിൻ എടുത്തവരെല്ലാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദൂഷ്യവും അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ശരീരവും അവർ നശിപ്പിച്ചു. രോഗമില്ലാതിരിക്കെ സകല രോഗത്തിനും ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന വിശ്വാസം പോലും ഇല്ലാതെ എല്ലാവരും വരാതിരിപ്പാൻ എന്ന് പറഞ്ഞ് സാത്താന്റെ കെണിയിൽ പോയി വീണു. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എവിടെ? ദൈവത്തിനായി ജീവിക്കും, ദൈവത്തിനായി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ ചങ്കൂറ്റം ഇന്നെവിടെ? 30 വെള്ളിക്കാശിനെ ദൈവത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് സാത്താനെ തെളിയിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞ വചനം അനുസരിക്കാതെ നിങ്ങൾ സമ്പത്തിന്റെ പുറകെ പോയതുകൊണ്ടാണ് ജോലി,
വിദ്യാഭ്യാസം, ഭക്ഷണം, ഹോട്ടൽസ് ഇതിനെല്ലാം വേണ്ടിയല്ലേ നിങ്ങൾ ദൈവത്തെ തള്ളിക്കളഞ്ഞ് വാക്സിൻ എടുത്തത്? 30 വെള്ളിക്കാശിന് സമം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ നിന്നവനും ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ പലതും സഹിച്ചവർക്ക് മാത്രമേ ദൈവം ഇത് വെളിപ്പെടുത്തൂ എന്ന് സാരം. ദിനം പ്രതി പുതിയ പുതിയ സഭകൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്യുന്നത് കണ്ട് ഇന്നത്തെ ഭരണാധികാരിയായ മോദി ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായി പെന്തക്കോസ്ത് സഭകൾ ഒരു ആപ്ലിക്കേഷൻ സഭാംഗങ്ങളെ കൊണ്ട് പൂരിപ്പിക്കുകയും കത്തോലിക്ക സഭയോട് ലയിക്കാനായി നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് കൈപ്പറ്റുകയും അവരത് സമർപ്പിക്കുകയും ചെയ്തത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇനി നിങ്ങൾ പറയൂ, ഇവർ ആട്ടിൻതോലത്തെ ചെന്നായ്ക്കളല്ലേ? നിങ്ങൾ ഈ സഭകളെല്ലാം വിത്ത് പെന്തക്കോസ്ത് സഭകളിൽ പോയി ചേരുകയും അവർ നിങ്ങളെ തിരിച്ച് അതിലേക്ക് തന്നെ ചേർക്കുകയും ചെയ്തു. പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഇവർ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാതിരിക്കരുത്. വെളിപ്പാട് 3:11 ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പത്തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. വെളിപ്പാട് 3:12 ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്നു തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും. സഹിഷ്ണുതയോടെ ഇളകിപ്പോകാതെ നിന്നതുകൊണ്ടാണ് ദൈവം ഇവിടെ ആലയത്തിൻ്റെ തൂണാക്കുന്നത്. തൂണുകൾ എപ്പോഴും ബലമുള്ളതായിരിക്കും. തൂണ് ഇളകിയാൽ ഭവനം ഉൾപ്പെടെ എല്ലാം ഇളകുന്നതാണ്. അതിനാലാണ് ഇവരുടെ ഉറപ്പിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ തൂണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുവ രക്ഷകനായി നമ്മുടെ ഇടയിലേക്ക് വന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആകുമ്പോൾ പഴയതെല്ലാം കടന്നുപോകും. ദൈവത്തിനാൽ വിളിക്കപ്പെട്ട ശേഷം കൂട്ടരെ മാത്രം ദൈവം പുതിയ യെരൂശലേമിൽ പ്രവേശിപ്പിക്കും. ആയതിനാൽ അവിടെയെല്ലാം പുതിയ നാമത്താലാണ് അറിയപ്പെടാൻ പോകുന്നത്. അതും ദൈവം നിങ്ങളെ അറിയിക്കും. വെളിപ്പാട് 3:13 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വീഡിയോയിലെ വചനങ്ങളിലൂടെ നിങ്ങൾക്കൊരു തിരിച്ചറിവും മാനസാന്തരവും ഉണ്ടാക്കാൻ ദൈവം സഹായിക്കട്ടെ. അടുത്ത വീഡിയോയുടെ അവസാന ഭാഗമായ 7ാമത്തെ സഭയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.